എന്നൊന്നും അങ്ങനെ ഉദ്ദേശിക്കണ്ട ആരും. അങ്ങനൊന്നുമില്ല. അപ്പൊ രാത്രി അതിന് മുമ്പേ ഉണ്ടല്ലോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ മൗലൂദാണ്. കൊല്ലത്തിലും നടത്തി വരുന്നതാണ്. എല്ലാ വർഷവും ഉണ്ടാവും. എല്ലാ വർഷവും നല്ല ഇടക്കിടക്ക് ഉണ്ടാവലുണ്ട്. നോമ്പിനും ഒക്കെ മൗലൂദ് കഴിച്ചിട്ടുണ്ട്. ഇത് റബീഉൽ അവ്വലിൻ്റെ മൗലൂദ് ആയതുകൊണ്ട് വലിയ മൗലൂദാണ്. അയൽവാസികളും 2 പള്ളിക്കത്തെ മൂലട്ടികളും പിന്നെ അനിയന് ഓൾറെഡി മൂല്യരാണ്. അപ്പോൾ ഓൻ പഠിച്ച പള്ളിക്കത്തെ ഉസ്താദും മൂലട്ടികളും ഓൻ്റെ ഫ്രണ്ടുകളും എല്ലാവരും കൂടി ഉള്ള പിന്നെ നമ്മളെ ഫാമിലി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വലിയ മൗലൂദാണ്. അത് കൊല്ലത്തിലുള്ള ഭയങ്കര രസമാട്ടോ. എല്ലാവരും കൂടി കൂടുന്ന ദിവസമാണ് അന്ന്. അല്ലെങ്കിലും കൂടുതലുണ്ട്, പക്ഷേ ഇതൊരു പ്രത്യേകത ഉള്ള ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. പിന്നെ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊന്നും നിങ്ങളിപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതും കാണാം. മുത്തും കുട്ടിമോനൊക്കെ ആദ്യം പോയിക്കണ്. ഞാൻ പോകാൻ കുറച്ച് ലേറ്റായി. ഇപ്പോൾ വൈകുന്നേരം 7:30 പോവാൻ. നേരത്തെ പോകേണ്ടതാണ്. അന്യത്തിയോളം എല്ലാവരും വന്നിക്കണ്. ഞാൻ മാത്രമേ എത്താനുള്ളൂ. ഒരു വിളിക്കൽ തുടങ്ങിയാണ് എത്താൻ. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പനി എന്തൊക്കെ പിടിച്ചിട്ട് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പകൽ ഫുള്ള് കെടുക്കണേന്ന് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഞാൻ പോയി നോക്കട്ടെ. ബാവ എന്നോട് ആക്കി തരുന്നുള്ളൂ. ബാവ പോരുന്നില്ല. ബാവക്ക് ഇന്ന് തോന ലോഡുണ്ടായ കാരണം ബാവ കുഴങ്ങിക്കണം. ആകെ രാവിലെ 4 മണിക്ക് നീച്ച് പോയതാണ്. അപ്പോൾ ബാവ പോരുന്നില്ല. ബാവക്ക് സുഖമില്ല. രാവിലെ മഞ്ഞും ഇതൊക്കെ കൊണ്ടിട്ട് പനിയും ഒരു അസ്വസ്ഥതയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനില്ല മോളെ, എനിക്കൊന്ന് ഉറങ്ങണം. എന്താ വെച്ചാൽ പുലർച്ചെ നീച്ചല്ലേ. അപ്പോൾ ബാവ പോന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ബാവ എന്നോട് അവിടെ ഇറക്കി തന്നിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരുള്ളൂ. അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ നേരെത്തിയത് അവർ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടേക്കാണ് ലാസ്റ്റത്തെ പണി ഇതാണ്. ചോറ് പിന്നെ ഹോട്ടലിൽ വെച്ച് അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് ഹോട്ടലിലുള്ളത്. അപ്പോൾ ഓന് നല്ല അടിപൊളി മന്തിയും അങ്ങനത്തെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ മുറ്റത്ത് വെച്ചുകാണ്ട് ബ്രോസ്റ്റിന് അവൾ അനിയത്തിൻ്റെ മസാല നല്ല അടിപൊളിയായിട്ട് അവൾ ബ്രോസ്റ്റ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ് അവൾ ഉണ്ടാക്കിയത്. അപ്പോൾ ബ്രോസ്റ്റ് ഇന്നലെ മസാല ടച്ചാണ് തന്നെ. ഇന്ന് ഇപ്പം അത് പൊരിക്കാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ വന്നപ്പോൾ ഇനി പണികളൊക്കെ കഴിഞ്ഞു. പണികളൊന്നും ഇല്ല. പിന്നെ ഇതാ അവരൊക്കെ കൂടി മുറ്റത്ത് ഭയങ്കര രസമായിട്ട് എല്ലാവരും കൂടി തമാശയും കളിയും ചെറിയും ഒക്കെ കൂടി പറഞ്ഞ് എന്ത് രസമായിരുന്നെന്നറിയോ. എല്ലാവരും കൂടി കൂടുമ്പോഴുള്ള രസമുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. ഇതിൻ്റെ അമ്മായിൻ്റെ മോനാണ് കേട്ടോ. പിന്നെ ബാക്കി വല്ലാതെ എല്ലാവരോടും പറഞ്ഞിട്ടില്ല. എന്നാലും കുറച്ച് അമ്മായിൻ്റെ ഒരു ഓൻ്റെ ഇപ്പം നേരത്തെ കണ്ട ഓൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ്. പിന്നെ വേറൊരു അമ്മായിൻ്റെ മോൻ്റെ അവന് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതൊക്കെ തൻ്റെ അനിയത്തിൻ്റെയും ആങ്ങളിൻ്റെയും അനിയത്തിൻ്റെ മോളാണിത്. പിന്നെ നമ്മളെ പൊന്നും അനിയത്തിൻ്റെ മക്കളും എല്ലാവരും കൂടി അത് അവിടെ വട്ടത്തിലിരുന്ന് നല്ല കളിയിലാണ്. ഇതൊക്കെ അനിയത്തിൻ്റെ മക്കളാണ്. ഓൾക്ക് എല്ലാവരും കൂടി കൂടിയതല്ലേ. പിന്നെ ഉസ്താദന്മാർ വരുന്ന നേരമായപ്പോൾ ഞാൻ റൂമിൻ്റെ ഉള്ളിലാട്ടാ. അവരെ മുന്നേ പോയിക്കാണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വാതിലിൻ്റെ മറുവിൽ ഇരുന്നുകൊണ്ട് അവർ വരുന്ന വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഒരുപാട് ആളുണ്ട് കേട്ടോ. അവിടെ മേലെ ഡൈനിങ് ഹാള് ഫുള്ള് ആൾക്കാരായിരുന്നു. ഇതാണ് എൻ്റെ അനിയന്, കണ്ടില്ലേ. അവന് മൂല്യരാണ്. കല്ലോട്ടാറ പള്ളിയിൽ നിന്ന് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അവന് അവിടുന്ന് എന്താണ് ബിരുദം എടുക്കാനും വേണ്ടിയിട്ട് വലിയൊരു ബാക്കിയാത്തിലാണ് ഇപ്പോൾ ആൾ. ഇനിയിപ്പോൾ ഈ റംസാനിന് പഠിപ്പ് കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇതുണ്ടല്ലേ നമ്മളെ മോനുവിനെ പോലത്തെ കുട്ടികളെ കാണുമ്പോഴേ മോനുവിനെങ്ങനെ കണ്ണ് കാണുക. എൻ്റെ കുട്ടി ഇപ്പം അങ്ങനെയൊക്കെ പോകുന്നുണ്ടാവുമല്ലോ, മൗലൂദ് ചെല്ലുണ്ടാവുമല്ലോ. ഭയങ്കര ഓൻ്റെ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ ആ വലിയ ഡ്രസ്സ് ഇട്ട് കണ്ട് ഓൻ്റെ പോലത്തെ കുട്ടികളെ കാണുമ്പോഴേ മനസ്സിക്കൊരു സന്തോഷമാണ്. ഇതിപ്പോൾ അവിടെ അടുത്തുള്ള പാറമ്മപ്പള്ളി അവിടുത്തെ പുതിയ കുട്ടികളാണ് തോന്നുന്നുണ്ട്. പിന്നെ കുഞ്ഞാപ്പൂ എന്ന് പറഞ്ഞാൽ അനിയനെ വിളിക്കൽ. ഓൻ്റെ കൂടെ പഠിച്ച ഉസ്താദന്മാരും ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നവർക്ക് കോഫിയും ഈത്തപ്പഴം എന്നിട്ടാ. ജ്യൂസിനെക്കാട്ടി നല്ലതല്ലേ, കുറച്ച് നേരം മൗലൂദൊക്കെ ചൊല്ലാനുള്ളതല്ലേ. അപ്പോൾ ഈത്തപ്പഴം കോഫിയെന്ന് കൊടുത്തിരുന്നത്. നല്ല അടിപൊളി കോഫിയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഈ 3 ആൾക്കാർ പിന്നെ കൂടിയ പോലെ ഒരു അച്ഛാണ്. എന്താ പറയുക, നല്ല ഒരുമയാണ്. ഫോണുമ്മ കളിച്ചു കാണുമ്പോൾ ഫോണുമ്മ നല്ല കിട്ടാൻ നല്ല തല്ലുമാണ് ഈ കരയേട്ടനെ. ഇത് അനിയത്തിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കി 2 ആളും കൂടി ഉണ്ട്. പിന്നെ ഇപ്പം എത്തിയ പോക്കിന് ഹോട്ടലിൽ വെച്ചിട്ടാണ് മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് പിന്നെ വീട്ടിലത്തെ വണ്ടി തന്നെയാണ്. അനിയനും പിന്നെ അമ്മായിൻ്റെ മോനിലും കൂടി ചോറ് കൊണ്ടുവരാൻ പോയതാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഹോട്ടലിലല്ല പാനായിട്ട് പോകുന്നതാണ്. ഇത് അനിയത്തിൻ്റെ മോനാണ്. അപ്പോൾ മന്തിയും പിന്നെന്താ ബിരിയാണിയും
ഉണ്ട്. ആ കാണുന്ന അവിടുത്തെ കാർ പോർച്ചിട്ടാ, അതിലാണ് ഇന്നോവയും അനിയത്തിൻ്റെ വണ്ടിയും ഈ ലോറിയും ഓട്ടർഷയും ഒക്കെ നിർത്തിയിടല അതിലാണ്. അത് മുമ്പ് തൊയ്ത്തില്ലേ, ഇപ്പൊക്കെ കന്നച്ചോടായതുകൊണ്ട് പശുവും കാളയും ആ തൊയ്ത്ത് നിറയെ കന്നാളേന്ന്, ഭയങ്കര രസമായിരുന്നു അന്ന്. ഇപ്പം കന്നച്ചോടൊന്നും ചെയ്യാത്തതുകൊണ്ട് അത് കാർ പോർച്ചാക്കി മാറ്റി. പിന്നെ തട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ മൗലൂദ് ഒല്ലിയുന്നത്. അവിടെ ഡൈനിങ് ഹാളിൽ ഒന്നായിട്ട് എല്ലാവരും കൂടി പരന്ന് ഇരുന്നു. سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോലെ മൗലൂദ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഫുഡ് റെഡിയാക്കണമല്ലോ ടേബിൾമേ എല്ലാം കൊണ്ടുവച്ച്. ഇതിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ്, അവന് നമ്മളെ പാൻ്റെ ഹോട്ടലിലാണ് ജോലി ചെയ്യണത്. അപ്പോൾ ആവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വിളമ്പിപ്പിച്ചാനൊക്കെ ഉഷാറാണ്. ഭക്ഷണം ഉണ്ടാക്കാനും നല്ല അടിപൊളി ഉണ്ടാക്കിയ മന്തി ആട്ടെ, എന്തോ രസമാണ് മന്തി കഴിക്കാൻ അവരുണ്ടാക്കിയ. പാൻ്റെ ഹോട്ടലിലല്ലേ, മന്തിയും ഫ്രൈഡ് റൈസും എല്ലാം ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കിയത്. പിന്നെ അപ്പോൾ പിന്നെ കുട്ടിമോനും മുത്തും, അനിയത്തിൻ്റെ മോനും മുത്തുമാണ്, നമ്മളെ മുത്തും, രണ്ട് മുത്തുമാണ്, ചെറിയ മുത്തും വലിയ മുത്തും എന്നാണ് പറച്ചിലിട്ടാ. ഇത് ഒരനിയത്തിൻ്റെ മോളാണ്. ഞങ്ങൾ 6 ആളുണ്ടല്ലോ, ഒരാളെ മാത്രമേ കല്യാണം കഴിക്കാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും കുട്ടികളുണ്ട്. പേരെ നിറയെ ആളാണ്, ഭയങ്കര രസമാണ് പേരക്കുട്ടികളും എല്ലാവരും കൂടി കൂടുമ്പോൾ. ഇതാണ് പിന്നെ ബ്രോസ്റ്റ് പൊരിച്ചതിട്ടാ, ഇത് ഏറ്റവും ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ ചോറും ഇതൊക്കെ റെഡിയാക്കി. നല്ല ഒരുപാട് ആളുണ്ട് ഇരിക്കാൻ, 1 2 3 4 5 ടേബിളോ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ഒരു വരുന്നതിന് മുന്നല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ആങ്ങളെയാണ് ഇതിട്ട്, അതെൻ്റെ ആങ്ങളെയാണ്. കുട്ടിമോനും എല്ലാവരും കൂടി ടേബിളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ മൂല്യന്മാരെ ഇരുന്ന്. അപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഒപ്പിച്ചിക്കാണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. പിന്നെ നമ്മളെ പൊന്നുമാണ് ബാക്കി വീഡിയോ ഒക്കെ, ഞാൻ പൊന്നുവിൻ്റെ അടുത്ത് ഫോൺ കൊടുത്തയച്ചിക്കാണ്ട് പൊന്നുമാണ് ബാക്കി വീഡിയോ ഒക്കെ എടുത്തന്നത്. നമ്മൾ സ്ത്രീകളല്ലേ മുന്നിലേക്ക് പോകുമ്പോൾ, കുറേ ഉസ്താദന്മാരുള്ളതല്ല, മുഴുവൻ ഉസ്താദന്മാരെന്നാണ്. അപ്പം നമുക്ക് മടിയല്ല മുന്നിക്കാണ്ട് പോകാൻ. അനിയത്തിൻ്റെ മോനാണ് ഇരിക്കുന്നത് കേട്ടോ. മുറ്റം പിന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായതുകൊണ്ട് പിന്നെ നല്ല ഉഷാറാണ്. നല്ല പിന്നെ ആണുങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് മൂലരുട്ടികളൊക്കെ പോയി. പിന്നെ ഞങ്ങളിരിക്കാനായിട്ടാണ്. പിന്നെ നേരം വൈകിയില്ലേ, അപ്പം എല്ലാവരും എനിക്കും പോരണം, എല്ലാവരും അന്ന് തന്നെ പോകും. മണിയത്തൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ചോറുന്നായിരിക്കണേ, പൊന്നു തരിക്കണേ, ഞാനും പൊന്നും മുത്തും ഒരു ടേബിൾ മേൽ. പിന്നെ ഇമ്മ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഉമ്മാനെ പിന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല. അനിയത്തിയും എല്ലാവരും കൂടി ഭയങ്കര അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് റാഹത്തായി. നല്ല അടിപൊളി ഫുഡും. അനിയത്തിയും നാത്തുമാരെല്ലാവരും ഉണ്ട് അവിടെ, അവരെ മുഖമൊന്നും കാണിച്ചിട്ടില്ല, ഒറ്റ വീഡിയോ എടുത്തതാണ്. ഏതായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോന്നു. അതാ പോയി വന്നു. പൊന്നു ഇതൊക്കെ ഇടുന്നുറങ്ങണം കേട്ടോ. പൊന്നൊരു 10 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഓന് ഉറക്കം വരും. അപ്പം മൗലൂദൊക്കെ ഓതി ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പരിപാടിക്ക് പോയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ പുലർച്ചെ 3:30 4 മണിക്കൊക്കെയാണ് ഇപ്പം ഞാൻ ഈ മെറ്റലൊക്കെ എടുക്കാൻ വേണ്ടി ക്രഷർക്ക് പോക്ക്. നല്ല 5 കിലോ 7 ലോഡ് അല്ലേ? ആ മാഷാ അല്ലാഹ്, 7 ലോഡ് നല്ല ഓട്ടമുണ്ട്. കുറച്ച് ദിവസമായിട്ട് വന്നപ്പോഴും പോയി കഴിഞ്ഞാൽ ഈ ലോറിയിൽ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ആണ്ടും കൊണ്ട് ഓടിപ്പോയാലും അപ്പം വന്ന ഈ കാൾ കിടന്ന്
തീരെ വയ്യ, എനിക്കൊരു മൂടിലിട്ട മാളോ, എനിക്ക് ബെജ്ജ പോരാ, എൻ്റെ തടി കൊണ്ട് തീരെ സുഖമില്ല. ഇജ്ജ് പെയ്ക്കോറിന് അങ്ങനെ പോയപ്പോ ഇനിയിപ്പോ ആരും പറയണ്ടട്ടാ എന്താ പോരാത്തെന്നൊന്നും പറയില്ല, ഉദ്ദേശിക്കണ്ടട്ടോ ആരും. അങ്ങനെ ഒന്നുമില്ല. അപ്പൊ രാത്രി നമ്മൾ പൊതുവെ കുറച്ച് ഉറങ്ങാൻ വൈകല്ലോ, അപ്പൊ 3:30-4 മണിക്ക് എണീക്ക്. അപ്പൊ സ്ഥിരമായിട്ട് 2-3 മണിക്കൂർ ഇനിയിപ്പോ നാളെ ഇപ്പൊ ഇനിയിപ്പോ 3 മണിക്ക് എണീക്കണം. കാരണം കുറച്ച് ടൈറ്റുള്ള സാധനമാണ് എടുക്കാൻ പോകുന്നത്, വെള്ളിയാഴ്ചയല്ല സാധനം കുറവാ കിട്ടുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ഒരു നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റ്. അപ്പൊ ഇത് മാള് വന്നിട്ടുണ്ട്, കുറച്ച് മന്തി റൈസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആള് അവിടുന്ന് അല്ലേ. മന്തി ഉണ്ടായിന്ന്, പിന്നെ ബ്രോസ്റ്റ് ഉണ്ടായിന്ന്, അവിടെ അടിപൊളി മന്തിന്ന് ബ്രോസ്റ്റ് ഉണ്ടായിന്ന്. അപ്പൊ ബാവൊക്കെ അമ്മ എടുത്ത് തന്നിട്ടുണ്ട് കുറച്ച് ചോറും ഇതൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ പോകുന്നു, ഞാനും മുത്തും പൊന്നും കൂടെ പോകുന്ന ബൈക്കുമ്മേല്. പിന്നെ മുത്തു കുട്ടിമോനെ കൊണ്ടുവരാൻ ഒന്നും കൂടി ആണ്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പൊ ബാവാനെ ഞാൻ വിളിച്ചില്ല, പിന്നെ ഇപ്പൊ ഇവിടെ കിടന്നിട്ടുണ്ടാവില്ല വിചാരിച്ചിക്കാണ്ട്. അപ്പൊ അതൊക്കെയാണ് നല്ല അടിപൊളി പരിപാടിയായിരുന്നു. പൊതുവെ നമുക്ക് കൊല്ലങ്ങളായിട്ട് എന്റെ പേരിൽ ഇടക്കിടക്ക് മൗലൂദുണ്ടാവും, നോമ്പിനുണ്ടാവും. ഇനിയിപ്പോ അടുത്ത മാസം ഉണ്ട്. അതിന്റെ കയ്യാട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത മാസം ഉണ്ടല്ലേ, ഇടക്കിടക്ക് ഉണ്ടാവും അവിടെ മൗലൂദ്. ഞാൻ മൂല്യരാലോ നമ്മൾക്കിപ്പോ നമ്മളൊരു മൂല്യരുണ്ടല്ലോ, അപ്പൊ ഇടക്കിടക്ക് ഇനി മൗലൂദ് ഉണ്ടാവുമല്ലോ ഇൻഷാ അല്ലാഹ്. നമ്മളെ മോന് ലെവലായി വന്നാല് വീടാകെ മാറും. നമ്മളിപ്പത്തെ അന്തരീക്ഷം ആവില്ല, ഇനി മോനോട് വലുതായി നല്ലൊരു പണ്ഡിതനാവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മളെ വീടും നമ്മളെ അന്തരീക്ഷവും ഒക്കെ മാറി മാറിയണം. അതിന് വേണ്ടി മോശമൊന്നുമില്ല, ഞാനൊരു ഹാഫ് മൂല്യം ഹാഫ് തന്നെയാണ്. ഇപ്പൊ മോന് ഓരോ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോ എനിക്ക് ഞാൻ മനസ്സുകൊണ്ട് അൽഹംദുലില്ലാ പറയും. ഞാൻ എന്റെ കുട്ടീനോട് ഓരോന്ന് ഇങ്ങനെ നല്ല പലമ്മ അങ്ങനെ ചെയ്താ അങ്ങനെ ഇട്ടാ അമ്മ ഓരോന്ന് ചെയ്താലുള്ള ഓരോ ശിക്ഷകളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും. അപ്പൊ എനിക്ക് ആ മനസ്സുകൊണ്ട് അൽഹംദുലില്ലാ എന്റെ കുട്ടി ഇതൊക്കെ പറഞ്ഞു തരാനായില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടില്ല എല്ലാവരും, നല്ല അടിപൊളി വീഡിയോ ആണ്. പിന്നെ എല്ലാരും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റൂല, എല്ലാവർക്കും ഇപ്പൊ നമ്മളെ മൈൻഡ് ആവില്ലല്ലോ. അപ്പൊ പറ്റണക്കങ്ങള് കണ്ടീലിന്റെ വീടും എന്റെ ആങ്ങളനെയും പാനിയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടീൽ. അപ്പൊ പിന്നെന്താ പറയാനുള്ളത്, എല്ലാരും വീഡിയോ ഷെയർ ചെയ്ത് നോക്കി. അപ്പൊ ആദ്യമായിട്ട് കാണുമല്ലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാ. നമ്മളെ വീഡിയോ ഒക്കെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആരും ഇല്ല അല്ലേ, കുറച്ച് ഡിലേ ആയിക്കണല്ലേ. അതുപോലെ തന്നെ ഇതിൽ കമന്റിലൊക്കെ വന്നാൽ മതി. മൊത്തമായിട്ടും ചില്ലറായിട്ടൊക്കെ മാളന്റെ ഉപ്പാക്ക് ഹോട്ടലാണ്, സ്വാഗതമാടാണ്, നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി തരും. അടിപൊളി ബിരിയാണിയും മന്തിയും ബ്രോസ്റ്റൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. എന്റെ അനിയത്തിയും അനിയത്തിന്റെ ഭർത്താവാണ് അവിടെ. നല്ല അടിപൊളി ഫുഡാണ്. അപ്പൊ ബിരിയാണി അങ്ങനത്തെ ഓർഡർ ഉണ്ടെങ്കിൽ സ്വാഗതമാടന്റെ പൊറാട്ട സെന്റർ ഉള്ള കാര്യം പറയാം. ടോട്ടലി എല്ലാവിധ ഫുഡും അവിടെ കിട്ടുന്നതാണ്. അവർ മൊത്തമായി ചില്ലറായി ഒക്കെ തരും. അപ്പൊ എല്ലാവരും ആവശ്യമുള്ള കമന്റിലൂടെ വരിക. അടിപൊളി ബിരിയാണി മന്തി ഫ്രൈഡ് റൈസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടാവും. കോൺടാക്ട് നമ്പർ തരാവാണെങ്കിൽ കമന്റിൽ വന്നാല്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ പോന്ന് നല്ല അടിപൊളി. അവിടെ മൗലൂദന ഒരുപാട് പാറമ്പത്തെ മൂലിയരുട്ടികളും കല്ലോട്ടാർക്കത്തെ എന്റെ ആങ്ങളെ പഠിച്ച നമ്മളെ അടുത്തുള്ള പാറമ്പലാണ്. പിന്നെ കല്ലോട്ടുപാറ എന്റെ അനിയൻ പഠിച്ചത് മൂലരാവാനെ. അപ്പൊ അവിടുത്തെ ഉസ്താദും ഓന്റെ കൂടെ പഠിച്ച മൂലിയറ്റികളും അങ്ങനെ മേലത്തെ ഡൈനിങ് ഹാളും മൊത്തം ആൾക്കാരായിരുന്നു. നല്ല രസമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് പരിപാടി കഴിഞ്ഞ് സൂപ്പറായിട്ട് കഴിഞ്ഞ് ഞാൻ പോകുന്നത്. എന്താ വെച്ചാൽ 11 മണി ആയിക്കണ്. ഇപ്പൊ എങ്ങനെയാലും നിന്നിട്ട് കാര്യമില്ല. നാളെ നേരം വെളുത്താല് മുത്തൂര് പഠിക്ക് പോവാണ്ട്, ബാവാക്ക് പോവാണ്ട്, പൊന്നൂന് സ്കൂൾക്ക് പോവാണ്ട്. ഇപ്പൊ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പോകുന്നു. അപ്പൊ മന്തി നിന്നിട്ട് കുറച്ച് നിന്നിട്ടുള്ളൂ, കുറച്ച് നിന്നിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തും കമന്റിലിടാം. എല്ലാവരും വീഡിയോ കാണാ, സ്കിപ്പ് ചെയ്യാതെ കണ്ടില്ല കാണാ. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.